ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ടൈം നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഈവനിങ്ങിൽ പുറത്തിറങ്ങിയത് പറഞ്ഞാൽ നമ്മളൊരു ആവശ്യത്തിന് ബത്തേരിയിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ ഫിനിമോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നീച്ചുട്ടനും ഫിനിമോക്കും ഒന്ന് മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൺലൈനായിട്ട്. പക്ഷേ അതിന് ഫിനിമോക്ക് നല്ല ചെവി വേദനയാണ്, വയറുവേദനയെന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ്. ചെവി വേദനക്ക് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒക്കെ ചെവിയിൽ വെള്ളം കയറിയിട്ട് ചെവി വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ 1 മാസത്തെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തി. ബത്തേരിയിലെ ഷിഫ ജസീറയിലായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഏറും അവിടെ തന്നെ കാണിക്കൽ. അപ്പോൾ അവിടെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിട്ടാണ് കാണിച്ചിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണെന്ന് അറിഞ്ഞത് ഡോക്ടർ പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ നാട്ടിൽ പോയിക്കൊണ്ട് ലീവിനാണെന്ന്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത് കേട്ടോ. വേറൊരു ഡോക്ടർ ചാർജ് എടുക്കട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോർമൽ ജനറൽ ഫിസിഷ്യനെ കാണിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫിദമോൾക്ക് ഒറ്റയ്ക്ക് തന്നെ സ്റ്റെപ്പ് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിന് വാശി പിടിക്കുക കേട്ടോ. കൈയൊന്നും പിടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിന് വാശി പിടിക്കുകയാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് വണ്ടി ഇട്ടിട്ടുള്ളത്, പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാർക്കിങ്ങൊക്കെ പോവുകയാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ബത്തേക്കാട്ടോ. കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ മാർക്കറ്റിൽ നിന്നാണ്, ബത്തേയിലുള്ള മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങൽ. അപ്പോൾ മദീനയിൽ പോകുമ്പോൾ നല്ല മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുള്ളൂ. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാവ വന്നാണ്ട് ബത്തേയിൽ വന്നാണ്ട് മീൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങലാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. ഇതാണ് കേട്ടോ നമ്മൾ റിയാദുകാരുടെ സ്വന്തം ബത്ത എന്ന് പറഞ്ഞാൽ അടിച്ച് നോക്കിയാൽ തന്നെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ നല്ല അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഗൂഗിളിൽ അടിച്ചാൽ അത്രയും ഫേമസ് ആയതാണ് റിയാദിൽ ബത്ത സ്ട്രീറ്റ് കേട്ടോ. ഇടുങ്ങിയ റോഡും ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും പഴക്കമുള്ള ബിൽഡിങ്ങുകൾ കേട്ടോ. എല്ലാവരും ഒത്തുകൂടലും കാണാൻ വരലും എല്ലാം ബത്തേയിലാണ്. അതുപോലെ തന്നെ നല്ല ഹോസ്പിറ്റൽസും കാര്യങ്ങളും എല്ലാം ഉള്ളത് ബത്തേയിലാണ് കേട്ടോ. കുറേ പണ്ടത്തെ ബിൽഡിങ്ങുകളും മണ്ണോണ്ടുണ്ടാക്കിയതും കട്ട കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. കുറേ അതിൽ ഒഴിപ്പിച്ച് വിട്ടുകണ, പിന്നെ പെർമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ പണ്ടത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊളിക്കാൻ വെച്ചതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ബത്തിൻ്റെ കാര്യങ്ങൾ ചെറിയ റോഡായിരിക്കും, നല്ല തിരക്കും. എപ്പോൾ നോക്കിയാലും നല്ല തിരക്കൊക്കെയാണ് കേട്ടോ. ബത്ത റോഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ബത്തേയിൽ പോയാൽ നമ്മൾ നാട്ടിൽ ചെന്നപ്പോൾ നാട്ടിൽ നമ്മൾ ചെറിയ സ്ട്രീറ്റുകളിലും മറ്റേ ചെറിയ ഷോപ്പുകളിലൊക്കെ ചെന്ന പോലെ ആയിരിക്കട്ടെ. നമുക്ക് നല്ലൊരു നാട്ടിലത്തെ ഒരു ഫീൽ ഇട്ടു കേട്ടോ ബത്തേയിൽ വരുമ്പോൾ. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടോ. മീൻ വാങ്ങാൻ ഞാൻ ഉള്ളൊക്കെ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ വണ്ടിയിലൊക്കെ സ്മെല്ലാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. ബാബ പോയി വാങ്ങിക്കൊണ്ടിരട്ടോ ചെയ്തത്. പിന്നെ അവിടുന്ന് നേരെ പോയത് ഞങ്ങൾ ബാബിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളൊക്കെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അവർ വീട്ടിൽക്കാട്ട് പോയത്. കുറേ ആയിരുന്നു അവിടെ ചെല്ലാൻ പറഞ്ഞിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ക്ലാസ്സും സ്കൂളും മദ്രസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഏതായാലും ഇന്നത്തെ മദ്രസും ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മീനൊക്കെ വാങ്ങി പിന്നെ അവിടെ പോയിട്ടോ. നമ്മളെ നാട്ടിലും ഒക്കെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ചുങ്കത്തിലുള്ളത് തന്നെയാണ്. അതിന് നീച്ചുട്ടൻ്റെയും ഫിനിമോളൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നീച്ചുട്ടൻ്റെ ഒപ്പമുള്ള തന്നെ കുട്ടിയാണ് ഇവിടുത്തെ ചെറിയ കുട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ അവരെ റൂമിലൊക്കെ വന്ന് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാട്ടോ ചെയ്തത്.
നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവർക്കൊക്കെ അറിയട്ടോ, അവർ നമ്മളെ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് വരുന്നതും നമ്മളെ നോമ്പ് തുറവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല, അതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്കൊരു ഫാമിലി ഫങ്ഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ആകെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ പറയാതെ ഞങ്ങൾ വന്നത്, പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ക്ലീൻ ചെയ്യലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു, പറയാതെ വന്നതിൻ്റെ പരിഭവം പറയുകയാണ് കേട്ടോ അവർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് ചായ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അറിയാം, അതിലിപ്പോൾ വെതർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, ചൂടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നാട്ടിലിപ്പോൾ നല്ല ചൂടാണെന്നൊക്കെ പറഞ്ഞാൽ ഏതായാലും ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ മഴയൊക്കെ ഉണ്ട് കാരണം നാട്ടിലേക്ക് വിളിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.